ഹലോ മക്കളെ, ഇതേ നമ്മൾ ഓൺ എക്സാമിൻ്റെ റിവിഷനൊക്കെ നല്ലോണം പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഓൾറെഡി 3rd ചാപ്റ്റർ വരെ നല്ല സെറ്റായിട്ട് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ടീച്ചർ വന്നേക്കണത് നിങ്ങളുടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഐഡൻറ്റിറ്റീസിനെ പറ്റി പറയാനാണ്. അപ്പോൾ മക്കളെ, നിങ്ങളുടെ ചാപ്റ്റർ 4 ആണ് ഐഡൻറ്റിറ്റീസ് അഥവാ സർവ്വസമവാക്യങ്ങൾ. നമ്മൾ ഓൾറെഡി ക്ലാസ്സിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ഇക്വേഷൻസ് എല്ലാം പഠിച്ചതാണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റീസും നിങ്ങളുടെ ചാപ്റ്റർ 2 ഇക്വേഷൻസും തമ്മിൽ മക്കളെ എന്താണ് നല്ലൊരു ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കുറച്ച് നോട്ട്സുകളാണ് ഈ ഒരു ഫുൾ വീഡിയോ നമ്മൾ പറയണത്. അപ്പോൾ എല്ലാവരും എഴുതിയെടുത്ത് നല്ലോണം പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ് ഐഡൻറ്റിറ്റീസ്? മക്കളെ, നമുക്കറിയാം ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ LHS ഉണ്ടാവും RHS, അതായത് ഇടത് ഭാഗവും ഉണ്ടാവും വലത് ഭാഗവും ഉണ്ടാവും. അതിൻ്റെ നടുക്കുന്നുണ്ടാവും ഒരു ഈക്വൽ ടു സൈൻ ഉണ്ടാവും. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? ഇക്വേഷൻസ് എന്ന് പറയുന്നിരുന്നത്. ഇനി ഈ ഇക്വേഷൻസിൽ തന്നെ നമുക്കറിയാം മക്കളെ, വേരിയബിൾസ് ഉണ്ടാവും. ഇക്വേഷൻസ് എന്തിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും? വേരിയബിൾസിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. ആ വേരിയബിൾസിന് നമ്മൾ ഏത് വാല്യൂ, ഇപ്പൊ എക്സിന് ഇതിവിടെ നോക്കോട്ടാ, എക്സിന് ഞാൻ ഇതിന് നമ്മൾ എന്ത് പറഞ്ഞു? ഒരു ഇക്വേഷൻ ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇതിന് LHS ഉണ്ട്, RHS ഉണ്ട്. അതിനെ രണ്ടിലും തമ്മിൽ ബന്ധിപ്പിക്കാൻ എന്തുണ്ട്? ഒരു ഈക്വൽ ടു സൈൻ ഉണ്ട്. ദെൻ ഞാൻ എക്സിന് ആദ്യം 1 എന്ന് വാല്യൂ കൊടുത്ത് 1 എന്ന് വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ആൻസർ കിട്ടി മക്കളെ? 5 എന്ന ആൻസർ കിട്ടി. എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? 1 എന്ന് കൊടുത്ത്. നെക്സ്റ്റ് ഞാൻ എക്സിന്റെ സ്ഥാനത്ത് 2 എന്ന് വാല്യൂ കൊടുത്തു. എക്സിന് 2 എന്ന് വാല്യൂ കൊടുക്കുമ്പോൾ മക്കളെ നമുക്ക് എന്ത് കിട്ടി? LHS 7ഉം RHS 8ഉം എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. നമുക്കറിയാലോ 7 8 എന്താണ്? ഈക്വൽ അല്ല. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇക്വേഷൻ ആണ്. ഓക്കെ ആണല്ല? ഇക്വേഷൻ ആണ്. അതുപോലെ തന്നെ മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, x + 1 = 2x + 1. ഇവിടെ ഈ ടീച്ചർ ഈ ഒരു ഇക്വേഷനിൽ ആദ്യം എക്സിന് 1 കൊടുക്കുന്നു. അപ്പൊ നമുക്കറിയാതെ LHS ലും RHS ലും എന്ത് വന്നു? 3 എന്നൊരു ഉത്തരം വന്നു. നെക്സ്റ്റ് എക്സിന് ഞാൻ 2 എന്ന് വാല്യൂ കൊടുത്തു. ആ സമയത്തും LHS ലും RHS ലും എന്താ വന്നേ? സെയിം ആൻസർ ആണോ വന്നത്? നമുക്ക് ഫസ്റ്റ് നോക്കിയാൽ അറിയാലോ മക്കളെ, ആദ്യം എക്സിന് 1 കൊടുത്തപ്പോൾ വന്നു, പക്ഷെ 2 കൊടുത്തപ്പോൾ വന്നാ ഇല്ല. ഇവിടെ എക്സിന് 1 കൊടുത്തപ്പോഴും 2 കൊടുത്തപ്പോഴും എന്താണ്? LHS ഉം RHS ഉം എന്താണ്? ഈക്വൽ ആയിട്ട് വന്നില്ലേ? അപ്പൊ ഇങ്ങനെ പറയുന്ന ഇക്വേഷനുകളെ പറയണതാണ് മക്കളെ എന്ത്? ഐഡന്റിറ്റീസ്. ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ അവിടെ എന്താണ് മക്കളെ? ഒരു കണ്ടീഷൻ ഉണ്ട്. എന്തായിരിക്കണം? LHS ഉം RHS ഉം അഥവാ ഇക്വേഷന്റെ 2 സൈഡും എക്സിന് ഏത് വാല്യൂ കൊടുത്താലും, എക്സിന് എന്നല്ല ചരങ്ങൾക്ക് അഥവാ വേരിയബിൾസിന് ഏത് വാല്യൂ കൊടുത്താലും ഈക്വൽ ആയിട്ട് വരുന്ന ഇക്വേഷനുകളെ പറയുന്നതാണ് എന്ത് മക്കളെ? ഐഡന്റിറ്റീസ്. അപ്പൊ ഇതിൽ ഏതാണ് ഐഡന്റിറ്റീസ്? ഈ സൈഡിൽ കിടക്കണല്ലേ ഐഡന്റിറ്റീസ്. യെസ്. അപ്പൊ ടീച്ചർ ഇവിടെ കുറച്ചും കൂടെ ക്ലിയർ ആവാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ സമവാക്യം, സമമായിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ഐഡന്റിറ്റീസ് എന്താണ് മക്കളെ? സർവ്വസമവാക്യം. ഇതിലെ സർവ്വവും എന്തായിരിക്കും? എക്സിന് ഏത് വാല്യൂ കൊടുത്താലും എന്തായിരിക്കുള്ളൂ? സെയിം ആയിട്ട് വരാം. അതിനാണ് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞത്. ഇനി കുറച്ച് ബേസിക് ആയുള്ള നോട്ടുകൾ പറഞ്ഞുതരാം. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് പഠിക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ഐഡന്റിറ്റീസ് ചാപ്റ്റർ പഠിക്കുമ്പോഴും മാറിപ്പോണ കുറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് x + x ഉം x × x എന്താണെന്ന്. സെയിം ഫാമിലിയിലുള്ളവയെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ആഡ് ചെയ്യാൻ പറ്റണം. സെയിം ഫാമിലിയിലുള്ളവയെ ആഡ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ എക്സും വൈയും അതെന്താണ്? ഡിഫറെന്റ് ഫാമിലിയിലുള്ളവരല്ലേ? അപ്പൊ അവരെന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ x + y അതെന്താണ്? രണ്ട് വേരിയബിൾ ആണ്. അതിനെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ അതിനെ എങ്ങനെ തന്നെ എഴുതും? x + y എന്ന് തന്നെ എഴുതും. പക്ഷെ ആദ്യം നോക്കി മക്കളെ, സെയിം ഫാമിലിയിലല്ലേ എക്സും? അതെ. അപ്പൊ അതിനെ നമുക്ക് ആഡ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? 2x എന്ന് എഴുതാൻ പറ്റും. നെക്സ്റ്റ് x × x, അവിടെ ഗുണനമാണ് വന്നേക്കുന്നത്. ആ ഗുണനത്തെ നമ്മൾ എങ്ങനെ എഴുതും എന്ന് വെച്ചാൽ, ഇവിടെ ഏത് വേരിയബിൾ ആണ് എഴുതിയേക്കുന്നത്? x. അതിനാദ്യം എടുത്ത് എഴുതാം. എന്നിട്ട് ഇവിടെ എക്സിന്റെ എണ്ണം നോക്കാം. ഇവിടെ എത്ര x ഉണ്ട്? 2x ഉണ്ട്. ആ എക്സിന് എന്താക്കി എഴുതാം മക്കളെ? അതിന്റെ പവർ ആക്കി എഴുതാം. ഇവിടെ ഇപ്പൊ ഇൻ കേസ് 3x ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്ത് എഴുതും? നമ്മൾ x തന്നെ എഴുതിയിട്ട് അതിന്റെ പവർ എന്ത് വരും? എക്സുകളുടെ എണ്ണം 3, അതായത് x⁻³ അല്ലെങ്കിൽ x³ എന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ഫാമിലിയിലുള്ളവർ എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ? ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ തുക നമുക്ക് കാണാൻ സാധിക്കില്ല. നെക്സ്റ്റ് അതിനെ നമ്മൾ അങ്ങനെ തന്നെ എടുത്തെഴുതുള്ളൂ. ഇനി അടുത്ത് x × y നമ്മൾ എന്ത് ചെയ്യും? ചേർത്ത് എഴുതും. xy എന്ന് എഴുതും. എല്ലാവർക്കും മാറിപ്പോണ ഒരു ഭയങ്കരമായിട്ടുള്ള കാര്യമാണ് ഈ x + y എല്ലാവരും xy എന്ന് ചേർത്ത് എഴുതും. അതിന് നമ്മൾ ഒരിക്കലും ചേർത്ത് എഴുതില്ല. അതിനെങ്ങനെയാണോ അപ്പുറത്ത് കിടക്കണം അതുപോലെ തന്നെ
ലെഫ്റ്റ് സൈഡിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ എഴുതും. പക്ഷെ എക്സ് വൈന് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് ഇൻറ്റു വൈന് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? നമുക്ക് കൂട്ടി എക്സ് വൈ എന്ന് എഴുതാൻ പറ്റും. ഇനി അടുത്തത് എക്സ് ഇൻറ്റു ടു. എക്സ് ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ നമുക്ക് 2x എന്ന് എഴുതാൻ പറ്റും. ഗുണനത്തിന്റെ കേസ് വരുവാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2x എന്ന് എഴുതാൻ പറ്റും. ഇൻ കേസ് എക്സ് ഇൻറ്റു ടുവിനെ നമ്മൾ എന്ത് ചെയ്തു മക്കളെ? 2x എന്ന് എഴുതും. ആ സമയം നിങ്ങൾക്ക് എക്സ് പ്ലസ് 2 ആയിരുന്നെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, രണ്ടും രണ്ട് ഫാമിലി അല്ലേ? ഇത് വേറൊരു ഫാമിലിയാണ്, ഇത് വേരിയബിളുടെ ഫാമിലിയാണ്, ഇത് സംഖ്യകളുടെ ഫാമിലിയാണ്, ചരങ്ങളുടെയും സംഖ്യകളുടെയും ഫാമിലിയാണ്. ഇതിന് നമ്മൾ മക്കളെ എക്സ് പ്ലസ് 2 എന്ന് തന്നെ എഴുതോളൂ. ഇതിനൊരിക്കലും കൂട്ടി നിങ്ങൾ 2x എന്ന് എഴുതരുത്. ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊത്തം ഇക്വേഷൻ അഥവാ ഐഡന്റിറ്റി എന്തെയും മാറിപ്പോകും. നെക്സ്റ്റ് അതുപോലെ തന്നെ കണ്ട, ഇതാണ് ആ സ്റ്റെപ്പ് ടീച്ചർ പറഞ്ഞത്. എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2 തന്നെയാണ്. ഇനി ഇപ്പൊ എക്സ് സ്ക്വയറും പ്ലസ് എക്സ് സ്ക്വയർ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടാ, സെയിം ഫാമിലിയിലുള്ളവരല്ലേ? സെയിം ഫാമിലിയിലുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് എഴുതാം. അതായത് ഒരാപ്പിളും കൂടെ ചേർത്താൽ 2 ആപ്പിൾ. അതുപോലെ തന്നെ ഒരെക്സ് സ്ക്വയറും കൂടെ ചേർത്താൽ 2x സ്ക്വയർ. അപ്പൊ ഈ ബേസിക് നോട്ടുകൾ നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് എഴുതിയെടുക്കണം കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എക്സാമിന് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. നെക്സ്റ്റ് ഇക്വേഷൻസിലേക്ക് കടക്കണതാണ്. ഈ ഐഡന്റിറ്റീസിൽ മക്കളെ നമുക്ക് 4 ഐഡന്റിറ്റിയാണ് പഠിക്കാനുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് നിലവിൽ 4 ഐഡന്റിറ്റിയാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ഐഡന്റിറ്റി ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി ഈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മക്കളെ എക്സ് പ്ലസ് വൈ ഒരു പ്രാവശ്യം കൂടി എക്സ് പ്ലസ് വൈ ഇൻറ്റു ചെയ്യണതല്ല എക്സ് സ്ക്വയർ. അതായത് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ആണ്. അതുപോലെ തന്നെയല്ലേ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈനെ 2 പ്രാവശ്യം ഗുണനം ചെയ്യണതല്ലേടാ മക്കളെ? അതാണ് ഈ എഴുതിയിരിക്കുന്ന ഒരു സ്റ്റെപ്പ് കേട്ടോ. അതിന്റെ ആൻസർ എന്താ കിട്ടി? ഇത് നമ്മൾ എന്താണ് ചെയ്തേക്കണേന്ന് വെച്ചാൽ ബ്രാക്കറ്റ് വൈസ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് വൈസ് ആദ്യം ഈ എക്സിനെ കൊണ്ട് ഈ എക്സിനെ ഗുണനം ചെയ്തു. അതാണ് എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു എക്സ് നമുക്കറിയാം എക്സ് സ്ക്വയർ ആണ്. പ്ലസ് ഇവിടെ ഏത് സൈൻ ആണ് ഇട്ടേക്കണം? പ്ലസ്. ആ പ്ലസ് ഇങ്ങോട്ട് ഇടാം. നെക്സ്റ്റ് ഈ എക്സിനെ എന്ത് ചെയ്തു മക്കളെ? ഈ വൈ ആയിട്ട് എന്ത് ചെയ്ത് ഇൻറ്റു ചെയ്തു, ഗുണനം ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? എക്സ് വൈ എന്ന് കിട്ടി. ദെൻ ഇവിടെ ഏത് സൈൻ ആണ്? പ്ലസ് സൈൻ ആണ്. നെക്സ്റ്റ് വീണ്ടും ഇപ്പുറത്തെ എക്സിനെ നമ്മൾ എന്ത് ചെയ്ത്, ഈ വൈനെ നമ്മൾ എന്ത് ചെയ്ത് ഈ എക്സിനോട് എന്ത് ചെയ്ത് ഗുണനം ചെയ്ത്. അതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തേക്കണം? എക്സ് വൈ എന്ന് എഴുതിയാലും വൈ എക്സ് എന്ന് എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ. അതാണ് എക്സ് വൈ എന്ന് എഴുതാലും വൈ എക്സ് എന്ന് എഴുതാം. പ്ലസ് സൈൻ ഇടാ. വീണ്ടും എന്ത് ചെയ്തു മക്കളെ? ഈ വൈനെ എന്ത് ചെയ്ത് ഈ വൈയോട് എന്ത് ചെയ്ത് ഗുണനം ചെയ്തു. അതാണ് വൈ സ്ക്വയർ എന്ന് ഓൾറെഡി എഴുതിയേക്കണം. ഈ ഒരു ഇക്വേഷനിൽ എക്സ് വൈ 2 പ്രാവശ്യം വന്നിട്ടില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ 2xy എന്ന് ചെയ്താൽ അതാണ് നമ്മൾ കൂട്ടി മേളിൽ എഴുതിയേക്കണത്. നെക്സ്റ്റ് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചേ. എക്സ് പ്ലസ് വൈ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. ഇത് നിങ്ങളോട് എക്സ്പാൻഡ് ചെയ്യാൻ പറയും. എക്സ്പാൻഡ് ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഏത് രൂപത്തിലാണ് എക്സ്പാൻഡ് ചെയ്യണത്? ഇതിനോട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്ത് നോക്കുക. ഇത് രണ്ടും എന്താണ് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാകുന്ന നോക്കാം. ഇവിടെ നോക്കിയ മക്കളെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണ്, വൈയുടെ സ്ഥാനത്ത് എന്താണ് വന്നേക്കണത്? 2 ആണ് വന്നേക്കണത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ഏത് ഇതിൽ എഴുതണം? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതണം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണ്, പക്ഷെ വൈയുടെ സ്ഥാനത്ത് എന്താണ് മക്കളെ വന്നേക്കണത്? 2 തന്നെയല്ലേ? അപ്പൊ വൈയുടെ സ്ഥാനത്ത് 2 എഴുതാം. ഈ 2 ഇൻറ്റു 2 എത്രയാണ്? 4. അതാണ് ഇവിടെ 4x എന്ന് എഴുതിയേക്കണത് കേട്ടോ. 4x പ്ലസ് സോറി മക്കളെ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ 4x എഴുതി പ്ലസ് ഇവിടെ എന്താണ് ശരിക്കും വരേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ വൈ സ്ക്വയർ ആണോ വരേണ്ടത്? ഇല്ല, വൈയുടെ സ്ഥാനത്ത് നമുക്ക് എന്തുണ്ട്? ഇവിടെ ഒരു സംഖ്യ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വൈനെ എന്ത് ചെയ്യാ? ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താ? 4 എന്ന് എഴുതാ. 4 എന്ന് എഴുതാൻ എങ്ങനെയാണ്? 2 സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? 4 ആണ്. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 എന്ന് വരും. നെക്സ്റ്റ് നോക്കിയ മക്കളെ 101ന്റെ സ്ക്വയർ. ഇനി നിങ്ങളുടെ ഡൗട്ട് ഇതായിരിക്കും, ഈ ഇക്വേഷനൊക്കെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ? ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് മക്കളെ? 101ന്റെ സ്ക്വയർ, 21ന്റെ സ്ക്വയർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വരും. ഇത് നിങ്ങളുടെ അടുത്ത് ഇക്വേഷൻ യൂസ് ചെയ്ത് എഴുതാനായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാം. അപ്പോഴാണ് നിങ്ങൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ഇക്വേഷൻ നമ്പർ 1 യൂസ് ചെയ്യണം. എങ്ങനെ? ഈ 101നെ മക്കളെ നമുക്ക് 100 + 1 ദ ഹോൾ സ്ക്വയർ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ലേ? യെസ്. അപ്പൊ എഴുതാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യാ? 100 + 1 ദ ഹോൾ സ്ക്വയർ എന്നായി. ഇത് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ടേമിലായില്ലേ? ഇനി നിങ്ങൾ എക്സാമിന് എഴുതുമ്പോ ഈ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് എഴുതണം? ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് എഴുതണം? ഇവിടെ എഴുതണം കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യാ? എക്സ് ഉള്ള സ്ഥാനത്ത് 100 എന്ന് കൊടുക്കുക, വൈ ഉള്ള സ്ഥാനത്ത് എന്ത് ചെയ്യാ? 1 എന്ന് കൊടുക്കുക. അപ്പൊ എന്താവും? 100 സ്ക്വയർ പ്ലസ്
2 ഇൻറ്റു 100 ഇൻറ്റു 1 എന്ന് എഴുതിയത് എന്താണ്? എക്സിന്റെ സ്ഥാനത്ത് 100, വൈയുടെ സ്ഥാനത്ത് 1 പ്ലസ് 1 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് എഴുതാൻ കാരണം വൈ സ്ക്വയർ. അതിന്റെ ആൻസർ എന്ത് വരും? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെ നമ്മൾ 10,000 എന്ന് എഴുതും. പ്ലസ് 2 ഇൻറ്റു 100 ഇൻറ്റു 1 എത്രയാണ്? 200 പ്ലസ് 1 സ്ക്വയർ എത്രയാണ്? 1. അപ്പൊ ഇതെല്ലാം കൂടെ മക്കൾ ആഡ് ചെയ്ത് വരുമ്പോൾ എന്താവും? 10,201 എന്ത് കിട്ടും? ആൻസർ കിട്ടും. 101ന്റെ സ്ക്വയർ. ഒരിക്കലും ഒരു മക്കളും എക്സാമിന് 101 ഇൻറ്റു 101 എഴുതി വെച്ച് നിങ്ങൾ ആൻസർ എഴുതരുത്. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇക്വേഷൻ 1 ഓൾറെഡി പറഞ്ഞു. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം തമ്മിൽ ആകെ ഒരു വ്യത്യാസമുള്ളൂ മക്കളെ. ഒരു മൈനസിന്റെ വ്യത്യാസമേ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം തമ്മിലുള്ളൂ. വേറൊന്നുമല്ല, എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ്. നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ്. ഇതെന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ഇതിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എങ്ങനെ എഴുതി? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലേ? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. അതുപോലെ തന്നെ മൈനസ് എങ്ങനെയായിരിക്കും എന്നാ? എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അതാണ് എന്ത്? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യൂലേടാ. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഈ ഒരു രൂപത്തിൽ കിട്ടും. അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ വന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വേരിയബിൾസ് വെച്ചുള്ള എക്സാമ്പിൾ ആണിത്. നേരത്തെ എക്സ് പ്ലസ് 2 ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ചെയ്യുന്നു. അവിടെ എന്ത് കിട്ടിയ ആൻസർ? എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ് മക്കളെ? എക്സ് തന്നെയാണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു എക്സ്. എക്സിന്റെ സ്ഥാനത്ത് എക്സ് ആണ്, പക്ഷെ വൈയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 2 അല്ലേ? അപ്പൊ 2 ഇൻറ്റു 2 4x എന്ന് വന്നു. മക്കളെ ഇവിടെയും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇവിടെ 4x അല്ലേ? ഇവിടെ 4xന്റെ മുമ്പിൽ എന്ത് വേണം? മൈനസ് മാറ്റിയിട്ട് പ്ലസ് മാറ്റിയിട്ട് മൈനസ് ആക്കണം. ഇവിടെ y മാറ്റിയിട്ട് എന്താക്കണം? യെസ് 4 എന്നാക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഈ മിസ്റ്റേക്കുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓർമ്മ നോട്ടായി എഴുതുമ്പോൾ ഇവിടെയൊക്കെ മിസ്റ്റേക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. അതായത് എക്സ് സ്ക്വയറിന്റെ അവിടെ എന്താക്കണം? മൈനസ് 4x ആക്കണം. പ്ലസ് തന്നെയാണ്, അവിടെ ഒരിക്കലും മൈനസ് അല്ല, പ്ലസ് തന്നെയാണ്. പ്ലസ് 2ന്റെ സ്ക്വയർ 4 വരും. ഇതാണ് വേരിയബിൾ വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ. അതുപോലെ ഒരു നമ്പർ വെച്ചിട്ടുള്ള എക്സാമ്പിൾ. ഇനി ഇതെവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ 101 സ്ക്വയറും 21 സ്ക്വയർ ഒക്കെ വന്നപ്പോൾ നമ്മൾ അത് എവിടെ ഉപയോഗിച്ചു? ഇക്വേഷൻ നമ്പർ 1ൽ ഉപയോഗിച്ചു. ഇനി ഇക്വേഷൻ നമ്പർ 2 നോക്കുകയാണെങ്കിൽ ഇതെവിടെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ മക്കളെ 78ന്റെ സ്ക്വയർ, 98ന്റെ സ്ക്വയർ അങ്ങനെയൊക്കെ പറയൂല. അതായത് ഇതൊക്കെ മക്കളെ 5ന് മുമ്പുള്ള സംഖ്യകളല്ലേ? 101, അതായത് 105നെ നോക്കുമ്പോൾ എന്താണ്? 101, 102, 103, 104, 105. ഇതെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? 5ന് മുമ്പുള്ളത്. ഈ 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5ന് ശേഷമല്ല. അതായത് 76, 77, 78, 79 ഒക്കെ എന്താണ്? 75ന് ശേഷം വന്നതല്ലേ? അപ്പൊ 5ന് ശേഷം വന്നത് നമ്മൾ എങ്ങനെ എഴുതണായിരിക്കും കുറച്ചും കൂടെ നല്ലത്? യെസ് 80 മൈനസ് 2 എന്ന് എഴുതണാണ്. ഇവിടെ ശരിക്കും 70 പ്ലസ് 8 എന്ന് എഴുതാലോ. 70 പ്ലസ് 8 ദ ഹോൾ സ്ക്വയർ ചെയ്താലും കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. അതിനേലും കുറച്ചും കൂടെ നല്ലത് ഇത് 5ന് ശേഷമായ സംഖ്യ കാരണം ഈ 78ന് ശേഷമുള്ള 10ന്റെ ഡിജിറ്റ് ഇല്ലേ, 10ന്റെ മൾട്ടിപ്പിൾ ഇല്ലേടാ, അത് 80 അല്ലേ? അതിൽ നിന്ന് 2 കുറച്ച് എഴുതണമായിരിക്കുള്ളൂ. കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് എഴുതാൻ പറ്റുക. അപ്പൊ എന്ത് ചെയ്താ? 80 മൈനസ് 2 എന്ന് എഴുതാം. ഇവിടെ എന്ത് ചെയ്താ മക്കളെ? 100 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 100 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇപ്പൊ ഏത് രൂപത്തിലായി? യെസ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലായി. അതിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്തൂടെ? ഈ സെയിം രീതിയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാല. ഇവിടെ എക്സ് വന്നോടത്തേക്ക് എന്ത് കൊടുക്കുക മക്കളെ? 100 എന്ന് കൊടുക്കുക. ഇവിടെ വൈ വന്നോടത്തേക്ക് എന്ത് കൊടുക്കുക? 2 എന്ന് കൊടുക്കുക. അപ്പൊ 100 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 100 ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ മക്കളത് 10,000 മൈനസ് 200. 2 ഇൻറ്റു 2 എത്രയാണ്? 4 ആണ്. യെസ് അവിടെയും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതായത് 2 ഇൻറ്റു 2 എത്രയാടാ? 4 ആണ്. നെക്സ്റ്റ് 4 ഇൻറ്റു 100 400 ആണ്. ഇവിടെ 400 ആയിരിക്കണം കേട്ടാടാ. 400 പ്ലസ് 4 ആണ്. അപ്പൊ ആൻസർ എന്ത് വരും? 10404 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 2 ഇക്വേഷൻ ചെയ്യാൻ പഠിച്ചില്ലേ? ഇങ്ങനത്തെ ഒക്കെ സ്ക്വയർ കാണാൻ പറയുമ്പോഴാണ് നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം യൂസ് ചെയ്യേണ്ടത്. മക്കളെ ഇനി നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ ആണ് വന്നത്. നമ്മൾ ഓൾറെഡി 2 ഇക്വേഷൻ കഴിഞ്ഞ് മൂന്നാമത്തെ ഇക്വേഷൻ ഇതാണ് നമ്മൾ പറയുന്നത്. ഇതിനെ നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് സം എന്നും കൂടെ നമ്മൾ അറിയപ്പെടും കേട്ടാടാ. ഇക്വേഷൻ നമ്പർ 3ന് അതായത് പ്രൊഡക്റ്റുകളുടെ
സം, ഉള്ളിൽ എന്താണ് സം അല്ലേ, തുകയല്ലേ കണ്ടേക്കണത്, പുറത്ത് എന്താണ് കണ്ടേക്കണത് ഗുണനം അല്ലേ. അപ്പൊ അതെ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ മക്കളെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനാണ്, ശ്രദ്ധിച്ച് ഓപ്പൺ ചെയ്യാ. ഈ എക്സിനെ ഈ യു കൊണ്ട് ആദ്യം എന്ത് ചെയ്യാം മക്കളെ, യെസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണനം ചെയ്യുക. അപ്പൊ എക്സ് യു എന്ന് വരും. അതുപോലെ തന്നെ ഈ എക്സിനെ എന്ത് ചെയ്യാം മക്കളെ, ഇവിടെ നോക്കിക്കോ, നമ്മൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ആണ് ചെയ്യാൻ പോകുന്നത്. അതിനൊന്നുമില്ല, ആദ്യം ഈ എക്സിനെ ഇവിടുത്തെ യു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഗുണനം ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, എക്സ് യു എന്ന് കിട്ടും. നെക്സ്റ്റ് ഈ എക്സിനെ എന്ത് ചെയ്യും മക്കളെ, വി കൊണ്ട് ഗുണനം ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, എക്സ് വി എന്ന് കിട്ടും. നെക്സ്റ്റ് അടുത്ത ഈ വൈനെ എന്ത് ചെയ്യും, യു എന്ന് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും, ഗുണനം ചെയ്യുമ്പോൾ വൈ യു എന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ വൈനെ എന്ത് ചെയ്യും, വി വെച്ച് എന്ത് ചെയ്യും മക്കളെ, മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് കിട്ടും, വൈ വി എന്ന് കിട്ടും. ഇനി ഇവിടെയൊക്കെ നടുക്ക് വന്നേക്കണ സിമ്പിൾ ഏതാണ്, പ്ലസ് ഓപ്പറേഷൻ ഏതാണ്, പ്ലസ് ഓപ്പറേഷൻ അല്ലേ. കാരണം എന്താണ്, ഇതിന്റെ ഇവിടെ പ്ലസ് ആണ്, ഇതിന്റെ ഇവിടെ എന്താണ് പ്ലസ് ആണ്. അപ്പൊ ഇവിടെ മൊത്തം പ്ലസും വന്ന് ഓരോന്ന് വെച്ച് എന്ത് ചെയ്തു മക്കളെ, നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ ആണെങ്കിൽ ഇതേ ഇങ്ങനെയൊക്കെ വരും. എക്സ് പ്ലസ് ത്രീയും ഇൻറ്റു എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ ചെയ്യാൻ പറയും. ഇതിവിടെ എന്താണ്, എക്സ് വൈയുടെ സ്ഥാനത്ത്, ഇതെന്താണ് ഇവിടെ യുവും യെസ് വിയുടെ സ്ഥാനത്ത്. ഇനി എന്ത് ചെയ്യാ, എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ വന്നേക്കണത് എക്സ് തന്നെയാണ്, വൈയുടെ സ്ഥാനത്ത് വന്നേക്കണത് 2 ആണ്, യുടെ സ്ഥാനത്ത് എക്സും വിയുടെ സ്ഥാനത്ത് 3 ആണ് വന്നേക്കണത്. ഇനി എന്ത് ചെയ്യാം മക്കളെ, വേറെ ഒന്നുമില്ല, ഈ ഇക്വേഷനിൽ എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി വന്നിട്ടില്ലേ, അവിടെ എക്സ് ഉള്ളടത്തൊക്കെ എന്ത് ചെയ്യുക, എക്സ് തന്നെ കൊടുക്കുക. യു ഉള്ളടത്ത് എന്ത് തന്നെ കൊടുക്കുക, എക്സ് തന്നെ കൊടുക്കുക. വൈ ഉള്ളടത്ത് 2 കൊടുക്കുക, വി ഉള്ളടത്ത് 3 കൊടുക്കുക. അപ്പൊ അതേ മക്കളെ ഈ ഇക്വേഷൻ ഇങ്ങനെ വരും, എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2x പ്ലസ് 6. അതായത് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 3 3x, 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 3 എത്രയാണ് മക്കളെ, 6 ആണ്. അപ്പൊ എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 എന്ന് വരും. നെക്സ്റ്റ് ഇനി നിങ്ങൾക്കറിയാം, നേരത്തെ നമ്മൾ ഇത് ചെയ്തില്ലേ, 101ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാണ് ആ ക്വസ്റ്റ്യൻ വന്നപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 യൂസ് ചെയ്തു. 98ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ ഇക്വേഷൻ നമ്പർ 2 യൂസ് ചെയ്തു. ഇനി ഈ ഇക്വേഷൻ എവിടെയാണ് മക്കളെ എക്സാമിന് യൂസ് ചെയ്യേണ്ടത്, 26 ഇൻറ്റു 74 കണ്ടുപിടിക്കുക, 31 ഇൻറ്റു 61 കണ്ടുപിടിക്കുക. ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് കാണാൻ, ഗുണനം കാണാനുള്ള ക്വസ്റ്റ്യൻസ് തരും. അപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്, ഇക്വേഷൻ നമ്പർ 3 യൂസ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നോക്കിയ മക്കളെ, 26 ഇൻറ്റു 74. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 26നെയും 74നെയും സ്പ്ലിറ്റ് ചെയ്ത് എക്സ് പ്ലസ് വൈ എന്നും യു പ്ലസ് വി എന്ന ഫോമിലാക്കാം. നമുക്കറിയാം 26നെ സ്പ്ലിറ്റ് ചെയ്താൽ എന്താണ് മക്കളെ, 20 പ്ലസ് 6. 74നെ സ്പ്ലിറ്റ് ചെയ്താൽ 70 പ്ലസ് 4. ഇപ്പൊ എന്തായി, എക്സ് പ്ലസ് വൈ എന്നും യു പ്ലസ് വി എന്ന് പറയുന്ന സ്ഥാനത്ത് വന്നില്ലേ. ഇനി എന്ത് ചെയ്യാ, യെസ് ഈ ഒരു ഇക്വേഷനിൽ കൊണ്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇക്വേഷൻ എഴുതേണ്ടത് എന്താണ്, നിർബന്ധമാണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താണ് 20 ആണ്, യുടെ സ്ഥാനത്ത് 6 ആണ്, വൈയുടെ സ്ഥാനത്ത് 6 ആണ്, യുടെ സ്ഥാനത്ത് എന്താണ് 70 ആണ്, വിയുടെ സ്ഥാനത്ത് 4 ആണ്. ഇനി എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിൽ എക്സും യുവും വൈയും വി ഉള്ളടത്ത് ഈ ഒരു കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും 20 ഇൻറ്റു 70 പ്ലസ് 20 ഇൻറ്റു 4 പ്ലസ് 6 ഇൻറ്റു 70 പ്ലസ് 6 ഇൻറ്റു 4. അതായത് ആദ്യത്തത് 2 ഇൻറ്റു 7 എത്രയാണ്, 14. ആ 2 0 ഇറക്കി എഴുതുമ്പോൾ 1400 പ്ലസ് 2 ഇൻറ്റു 4 എത്രയാണ് മക്കളെ, 8. 8ന്റെ ഒപ്പം 0 ഇറക്കി എഴുതുമ്പോൾ 80 പ്ലസ് 6 ഇൻറ്റു 7 എത്രയാണ്, 42. 42ന്റെ ഒപ്പം 0 ഇറക്കി എഴുതുമ്പോൾ 420 പ്ലസ് 6 ഇൻറ്റു 4 എത്രയാണ് മക്കളെ, 24. അപ്പൊ ആൻസർ എന്ത് കിട്ടും, 1924 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ 26 ഇൻറ്റു 74 ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത് വെക്കാനല്ല, ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാനാണ്. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ നമ്പർ 4. നമ്മൾ ഇക്വേഷൻ നമ്പർ 3 നോക്കി മക്കളെ. ഇക്വേഷൻ നമ്പർ 4 നിങ്ങളുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാനുള്ള കാര്യമാണ്. വേറെ ഒന്നുമല്ല, എക്സ് പ്ലസ് വൈയും ഇൻറ്റു എക്സ് മൈനസ് വൈയും ചെയ്താൽ എന്ത് കിട്ടും. നമ്മൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ കണ്ടതാണ്, എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ കണ്ടതാണ്. ഇനി നമ്മൾ കാണാൻ പോണേ എന്താണ്, പ്ലസും മൈനസും കൂടെ ചേർന്നാൽ എന്ത് കിട്ടും, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അതിന്റെ ആൻസർ ആണ് മക്കളെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇപ്പൊ എക്സാമ്പിൾ ഒക്കെ കാണാൻ പറ്റും, എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് മൈനസ് 8 എന്താണ്, അതിന്റെ ആൻസർ എന്താണ്, എക്സ് സ്ക്വയർ മൈനസ് 8 സ്ക്വയർ ആണ്. അതായത് എക്സ് സ്ക്വയർ മൈനസ് 64 ആണ്. അടുത്തത് 20 സ്ക്വയർ മൈനസ് 70 സ്ക്വയർ. ഇതിപ്പോ എന്താണ്, ഇത് ആൻസർ ആണ് തന്നേക്കണത്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ രൂപത്തിലാക്കിയാൽ പോരെ. ക്വസ്റ്റ്യൻ രൂപം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ
അതായത് 20 + 7 × 20 - 7 x - y ഈ രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് നോട്ട് നോക്കാനുള്ളത് മക്കളെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണതാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണത് ഇങ്ങനെയാണ്. ആദ്യം ഈ എക്സിന് ഈ എക്സ് കൊണ്ട് എന്ത് ചെയ്യാം മക്കളെ ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും x² എന്ന് കിട്ടും. പ്ലസ് സൈൻ ഇടുക. ദെൻ ഈ എക്സിന് എന്ത് ചെയ്യുക മക്കളെ 5 ഓട് എന്ത് ചെയ്യുക ഗുണനം ചെയ്യുക. അപ്പം എന്ത് കിട്ടും 5x എന്ന് കിട്ടും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കോട്ടെ. x × x എത്രയാണ് x² പ്ലസ് x × 3 എത്രയാടാ 3x. യെസ്. നെക്സ്റ്റ് x × x എത്രയാടാ x² പ്ലസ് മക്കൾ ഇവിടെ ശ്രദ്ധിച്ചേ 6x എന്നല്ലേ ഉള്ളത്. ഇത്രയും നേരം 3ഉം 5 ഒക്കെ അല്ലേ ഉണ്ടായിരുന്നത്. ഇവിടെ എന്തുണ്ട് 6x എന്നുണ്ട്. അപ്പൊ ആ 6x × എന്ത് ചെയ്യണം ഇപ്പുറത്ത് അടക്കണം x ചെയ്യണം. അപ്പൊ അവിടെ ഓൾറെഡി ഒരു x² ഫോം ചെയ്യും. ദെൻ അതിന്റെ മുമ്പിൽ എന്തിടാ 6 ഇടാ. ദെൻ പ്ലസ് നേരത്തെ എന്താണ് ഫ്രണ്ടിൽ ഒരു x² ഉണ്ട്. ഓക്കെ അല്ലേ. അതായത് x² പ്ലസ് 6x² എന്ന് വരും. നെക്സ്റ്റ് മക്കളെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനുകൾ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ് നമ്മുടെ നാലാമത്തെ ഇക്വേഷനിലെ x² - y² എത്രയാണ്. x - y ഇൻറ്റു എന്താണ് മക്കളെ നമുക്കറിയാം x + y ആണ്. അപ്പൊ ആദ്യത്തെ ഉത്തരം എത്രയാണ് x + y ആണ്. രണ്ടാമത്തെ മക്കളെ 3a + b × 3a - b നമുക്കറിയാം x + y × x - y എന്ന ഫോമിലാണ്. ഇതിനെ നമ്മൾ x² - y² എന്നാണ് എഴുതാറ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഏതാണ് മക്കളെ 3a ആണ്. അതിനെ സ്ക്വയർ ഇട്ട് എഴുതാ. വൈയുടെ സ്ഥാനത്ത് എത്രയാണ് മക്കളെ b ആണ്. -b² എന്ന് എഴുതാം. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വേറെ ഒന്നുമല്ല. വിച്ച് നമ്പർ ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം 10² + 2² ടു ഗെറ്റ് 10 - 2 ദ ഹോൾ സ്ക്വയർ. ഇത് നിങ്ങൾ പേടിക്കേണ്ട, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മക്കളെ ശ്രദ്ധിച്ചോ. ആദ്യം 10 - 2 ദ ഹോൾ സ്ക്വയർ നോക്കാം. ഇതിന്റെ നമുക്കറിയാമല്ലോ a - b ദ ഹോൾ സ്ക്വയർ എന്ന ഇക്വേഷനിലാണ് കിടക്കുന്നത്. അതിന്റെ ആൻസർ എന്താണ് a² x - y ദ ഹോൾ സ്ക്വയർ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. a - b ദ ഹോൾ സ്ക്വയർ എന്നും പഠിക്കും. അപ്പൊ a² - 2 × x × y plus y². Then 100 - 40 + 4. ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മക്കളെ 10² - 40 + 2² എന്ന് എഴുതിക്കൂടെ. ഇനി 10² + 2² - 40. അപ്പൊ ഈ 10² + 2² ഇന്ന് എന്ത് മൈനസ് ചെയ്താലാണ് മക്കളെ 10 - 2 ദ ഹോൾ സ്ക്വയർ കിട്ടണ. യെസ് 40. എന്താണ് 40. x² + 2² ഇന്ന് എന്ത് മൈനസ് ചെയ്താലാണ് നമുക്ക് 40 കിട്ടണത്. x - 2 ഇന്ന് 2 ദ ഹോൾ സ്ക്വയർ ഇന്ന് 40 കളഞ്ഞാൽ എന്ത് കിട്ടും x² + 2² കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചേക്കണത് D ക്വസ്റ്റ്യൻ. ഇഫ് 21² is equal to 400 + 40 + k ആണെങ്കിൽ then find k കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. നമുക്ക് 21 ഇപ്പൊ എങ്ങനെ എഴുതണമെന്ന് ഓൾറെഡി എല്ലാവർക്കും അറിയാം. 21 നമുക്ക് എങ്ങനെ എഴുതാം 20 + 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതെന്ത് എഴുതും 20² a² + 2 × 20 × 1 + 1² എന്ന് എഴുതും. എക്സിന്റെ സ്ഥാനത്ത് 20 കൊടുത്തു. വൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു മക്കളെ 1 എന്ന് കൊടുത്തു. നെക്സ്റ്റ് ഇവിടെ 400 പ്ലസ് ഇവിടെ എന്ത് വരും 40 പ്ലസ് ഇവിടെ എത്രയാണ് 1. ഏകദേശം നിങ്ങൾ ഈ ഇക്വേഷനും ഇതും കൂടെ നോക്കിയാടാ 400 വന്ന് 40 വന്ന് ഇവിടെ വേറൊരു എക്സ്ട്രാ എന്താ വന്നേക്കണത് 1 അല്ല. അപ്പൊ കെയുടെ വാല്യൂ എത്രയാണ് മക്കളെ 1. k = 1 ആണ്. ഇനി അടുത്ത ഇക്വേഷൻ നോക്കിയാടാ ഇതേ 21 × 31 കാണാനാണ് നമ്മളോട് പറഞ്ഞേക്കണത്. നമുക്കറിയാം 21 × 31 വന്നാൽ ഇക്വേഷൻ നമ്പർ 3 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിൽ 21 എന്ത് ചെയ്യാം മക്കളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 20 + 1 × 30 + 1 എന്ന് പറഞ്ഞ് എഴുതുക. അതിൽ x + y വന്നിട്ടുണ്ട്, u + v വന്നിട്ടില്ലേടാ. അങ്ങനെയാണെങ്കിൽ xu + xv + yu + yv എന്ന് പറയുന്ന ഇക്വേഷനിൽ എന്ത് ചെയ്യുക ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഉള്ളിടത്തൊക്കെ 20ഉം യു ഉള്ളിടത്തൊക്കെ എന്ത് കൊടുക്കുക മക്കളെ 30 എന്ന് കൊടുക്കുക. വൈ ഉള്ളിടത്തൊക്കെ 1 എന്നും വി ഉള്ളിടത്ത് എന്ത് കൊടുക്കുക 1 എന്നും കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ ആൻസർ 651 എന്ന് ആൻസർ കിട്ടും. ഇന്നത്തെ അവസാനത്തെ ചോദ്യം മക്കളെ ഇതാണ്. a + 1 the whole square - 1 is equal to a + 2 × dash എന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചേക്കണത്.
നമുക്കത് ചെയ്ത് നോക്കാം. a plus 1 the whole square minus 1 is equal to എന്താണെന്ന്. നെക്സ്റ്റ് ദേ നോക്കോട്ടെ. a square plus 2 into a into 1 a plus b the whole square അല്ലേ ഇത് കിടക്കണം, അല്ലെ x plus y the whole square അല്ലേ. അപ്പം a square plus 2 into a into y സ്ഥാനത്ത് എന്ത് ചെയ്താൽ മക്കളെ 1 എന്ന് എഴുതാം, പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതാം. ഈ -1നെ പുറത്ത് തന്നെ ഇടാം. ദെൻ ഇവിടെ നോക്കോട്ടെ, a സ്ക്വയർ പ്ലസ് 2a പ്ലസ് 1 സ്ക്വയർ -1. ദെൻ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണ് മക്കളെ. ക്വസ്റ്റ്യനിൽ a പ്ലസ് 2 ഇത് a പുറത്തേക്ക് എടുത്താൽ a പ്ലസ് 2 ഇൻറ്റു ബാക്കി എന്താണുള്ളത് മക്കളെ, യെസ് -1 ഉണ്ട്, ഇവിടെ +1 ഉണ്ട്. ഈ +1 -1 എന്തായി പോകും മക്കളെ, ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി എന്തുണ്ട് ഇവിടെ, a എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്. ഓക്കെ അല്ലേ, a എന്ന് പറഞ്ഞൊരു സംഖ്യയുണ്ട്. അപ്പോൾ a പ്ലസ് 2 ഈ a സ്ക്വയർ പ്ലസ് 2a ഓക്കെ a സ്ക്വയർ പ്ലസ് 2a a പുറത്തേക്ക് എടുത്താൽ മക്കളെ എന്താണ്, ഇവിടെ ബാക്കി എന്തുണ്ട്, a ഇൻറ്റു എയിൽ ബാക്കി എന്താ ഉള്ള a എടുത്ത് പ്ലസ് 2a ബാക്കി a പുറത്തേക്ക് എടുത്താൽ എന്തുണ്ട് 2 ഉണ്ട്. അപ്പോൾ a പ്ലസ് 2 വന്നു. അപ്പോൾ ഇവിടെ എന്താണ് വരാ a. അപ്പോൾ ദേ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് എഴുതി വെക്കാം, ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് എഴുതി വെക്കാം, a പ്ലസ് 2ൻ്റെ അവിടെ a പ്ലസ് 2 തന്നെ വന്ന് ഇൻറ്റു എന്താണ് വന്നേക്കണത്, a അല്ലേ വന്നേക്കണം. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്, a ആണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ +1 മക്കളെ -1 എന്തായി പോവും, കട്ടായി പോവും. +1 -1 എത്രയാണ്, 0 അല്ലേ ആൻസർ. അപ്പോൾ ഇത് രണ്ടും കട്ടായി പോവും. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് ചാപ്റ്റർ 4 നിന്ന് വരുള്ളൂ. ചില ക്ലാസ്സുകളിൽ ഇപ്പോഴും നിങ്ങൾക്ക് ചില സ്കൂളുകളിൽ ചാപ്റ്റർ 4 ചിലർക്ക് കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല. എന്നാലും ചാപ്റ്റർ 4 എന്തായാലും ഇത്രയും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം മക്കളെ പഠിച്ചിട്ട് പോവാം കേട്ടോ. നല്ലോണം എക്സാം ചെയ്ത് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.